എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നത് വളർച്ചാ വികാസത്തിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വിധത്തിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വിധത്തിൽ, അതായത് പോയിന്റുകൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള, എന്നാൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി മുതൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത്. എനിവേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളർച്ച വികാസം എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ തുടർഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വികാസ തത്വങ്ങളിലെ 10ാമത്തെ പോയിന്റിൽ നമുക്ക് നോക്കാം. വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഓരോ ഘട്ടങ്ങളും വികാസത്തിന്റെ ഓരോ പ്രത്യേകതകളാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ശൈശവമായിക്കോട്ടെ, ചാലക വികാസങ്ങളുടെ ഘട്ടമാണ്. കൗമാരം എന്ന് പറയുന്നത് മറ്റ് വികാസങ്ങളുടെ ഘട്ടമാണ്. ഇങ്ങനെ ഓരോ സ്റ്റേജിനെ പറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ആദ്യമായി ഉണ്ടാകുന്ന ഓരോ വികാസങ്ങളും ചേർന്നുകൊണ്ടാണ് അവയുടെ അനന്തര ഫലങ്ങൾ ഓരോന്നായിട്ട് സംഭവിക്കുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ പരിപക്വനം, പഠനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓൾറെഡി നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, വളർച്ചാ വികാസത്തിൽ വികാസം എന്ന് പറയുന്നത് പരിപക്വനത്തെയും മെച്ചുറൈസേഷനെയും അതുപോലെ തന്നെ പഠനത്തെയും എന്ത് ചെയ്തിരിക്കുന്നു, ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ശൈശവത്തിൽ നമ്മുടെ വളർച്ചയുടെ തോത് കൂടുതലായിരിക്കും. എന്നാൽ കൗമാരമാവുമ്പോൾ, കൗമാര സമയം എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള വികാസങ്ങളുടെ സ്റ്റേജ് ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ കൗമാര സമയമാകുമ്പോൾ ഈ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു കുതിച്ച ചാട്ടം പോലെയാണ് ശരീരഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന വളർച്ച സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനമായിട്ടും 10 ഘടകങ്ങളാണ് നമ്മുടെ വികസനത്തെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തെ ഫാക്ടർ ബുദ്ധിശക്തി, 2 ലിംഗഭേദം, 3 ഗ്രന്ഥികൾ, 4 വംശം, 5 വായുവും സൂര്യപ്രകാശവും, 6 പോഷകാഹാരം, 7 രോഗങ്ങളും പരിക്കുകളും, 8 സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ, 9 കുടുംബ നിലവാരം, 10 കുട്ടിയുടെ ജനനക്രമം. ഇവിടെ നോക്കിയേ, ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ചില കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ക്ലാസ് മുറിയിലുള്ള കുട്ടികളെ തന്നെ നമുക്ക് എടുക്കാം. ചില പിള്ളേർക്ക് നല്ല ബുദ്ധിശാലികളായിരിക്കും, പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും മറ്റു കാര്യങ്ങളിലൊക്കെ അവർ മിടുക്കരായിരിക്കും. മറ്റു ചിലരെന്ന് പറഞ്ഞാൽ ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാനായിട്ട് വളരെ വീക്കായിരിക്കും. ചില കുട്ടികൾ ബുദ്ധിപരമായിട്ടുള്ള ശക്തി വളരെ കൂടുതലായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്നു. മറ്റു ചിലർ മന്ദഗതിയിലായിരിക്കും പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ലിംഗഭേദം നമ്മുടെ വികസന പ്രക്രിയയിൽ കാര്യമായ തോതിൽ കാണുന്നതാണ്. ആൺ പെൺ വ്യത്യാസം എന്ന രീതിയിലുള്ള ലിംഗ ഭേദപരമായിട്ടുള്ള വേർതിരിവുകൾ. പിന്നെ എന്താണ് ഗ്രന്ഥികൾ, അതിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി എന്നിവയെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയരം, പൊക്കം, തൂക്കം, ഭാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വരുന്ന എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മളിവിടെ വംശപരമായിട്ടുള്ള സവിശേഷതയിൽ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് വായുവും സൂര്യപ്രകാശവും. അടുത്ത എന്താണ്, പോഷകാഹാരം. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വികസന പ്രക്രിയ എടുത്തു നോക്കുകയാണെങ്കിൽ അവന് വളർച്ചയിൽ അല്ലെങ്കിൽ വികസനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് പോഷകാഹാരം. കൃത്യമായ രീതിയിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ വികസനവും തളർച്ചപ്പെടും, അവന്റെ വളർച്ചയും തടസ്സപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. രോഗങ്ങളും പരിക്കുകളും, സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ. ഇവിടെ നോക്കിയേ, ഒരു വ്യക്തിക്ക് ഒരു ശരിയായ രീതിയിലും അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ സാമൂഹികമായ അന്തരീക്ഷവും അതുപോലെ തന്നെ സാംസ്കാരികമായ അന്തരീക്ഷവും മെച്ചപ്പെട്ടാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അടുത്ത പോയിന്റ്, കുടുംബ നിലവാരം. ഒരു വ്യക്തിയിൽ വികാസ പ്രക്രിയ നടക്കുമ്പോൾ കുടുംബ നിലവാരം, അവന്റെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് കുട്ടിയുടെ ജനനക്രമം. അതായത് ജനനശേഷവും ജനിക്കുന്ന സമയത്തും ഉണ്ടാകുന്ന കുട്ടിയുടെ പലതരത്തിലുള്ള പ്രത്യേകതകൾ. അതിൽ എന്തൊക്കെ വരാം, കുട്ടിയുടെ ബുദ്ധിശക്തി വരാം, കഴിവുകൾ വരാം, ഇങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റികളും ചേർന്ന് പാരമ്പര്യമായിട്ടുള്ള സവിശേഷതകളും ചേർന്ന് വരുന്ന ഒരു ഘടകമാണ് വികസന പ്രക്രിയയിൽ കുട്ടിയുടെ ജനനക്രമം. അങ്ങനെ മേൽപ്പറഞ്ഞ 10 പോയിന്റ്സുകളാണ് വികസന
വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പേരിൽ എന്ത് ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വളർച്ച, വികസനം എന്ന് പറയുന്ന ഭാഗത്തിന്റെ എല്ലാ ഏരിയകളും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. വികസനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന വികസനത്തിന്റെ പ്രധാനമായിട്ടുള്ള 17 തത്വങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ വികസനത്തിന്റെ പ്രധാന ഘടകങ്ങൾ, വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത പോയിന്റിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേഖല എന്ന് പറയുന്നത് വികാസ ഘട്ടങ്ങളാണ്. മനസ്സിലാകുന്നില്ലേ? വികാസം ഓരോ പ്രായത്തിലെ ശൈശവത്തിലും കൗമാരത്തിലും ഒക്കെ എങ്ങനെ വികാസങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ ചെറിയ ഫോമിൽ തന്നെ പഠിച്ചെടുക്കാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കഴിവതും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി, ഈ LPSC UPSC KTET മുതലായ പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. ഇനി നമ്മുടെ റാങ്ക് അപ്പ് പുതിയ ചില പരിപാടികൾ പരീക്ഷകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ റാങ്ക് അപ്പിനോടൊപ്പം വന്നാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് വിജയത്തിന്റെ പാതയിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. എനിവേ, താങ്ക് യു.